അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സമ്പാദ്യം അത് നമ്മിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. സമ്പത്തുണ്ടെങ്കിലേ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സമ്പത്തില്ല എന്ന് കരുതി ജീവിതം ഐശ്വര്യം ഇല്ല എന്ന് പറയാനും പറ്റുകയില്ല. സമ്പത്തുള്ളവൻ ചിലപ്പോൾ ജീവിച്ചു കൊള്ളണം എന്നില്ല, അഥവാ ജീവിതം ആസ്വദിച്ചു കൊള്ളണം എന്നില്ല എന്നർത്ഥം. ഇല്ലാത്തവൻ, ദരിദ്രന് ചിലപ്പോൾ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ലഭിച്ചേക്കാം. പക്ഷെ അവന് ആഡംബരങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അതിനുള്ള പണം അവന്റെ കയ്യിലില്ല. സമ്പാദ്യം അത് 4 രൂപത്തിലാണ് സാധ്യമാവുക. ഒന്ന്, കൃഷി. കൃഷി എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് മുൻകാലങ്ങളിലെ ഉള്ളതാണ് കൃഷി. കൃഷിയിലൂടെയാണ് പലരും സമ്പാദിച്ചിട്ടുണ്ടാകുക. ഇന്ന് കൃഷിയെ പലപ്പോഴും ഒരു സമ്പാദ്യമായി കാണാൻ പറ്റുകയും ഇല്ല. കാരണം കൃഷി അത്ര പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ഇറക്കുമ്പോൾ ലാഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെ ആയിരിക്കുമ്പോൾ കൃഷി പലപ്പോഴും ലാഭം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നിരുന്നാലും ജീവിത മാർഗങ്ങൾ അതിലൂടെ കടന്നു പോകാനുള്ള സമ്പാദ്യം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലരും വ്യക്തിപരമായ കൃഷിയിൽ നിന്ന് പലരും മാറി നിൽക്കുകയാണ്. തൊഴിലാളിയല്ല കൃഷിക്കാരൻ. കൃഷിയിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്, അവൻ കൃഷിക്കാരൻ അല്ല. ജീവിതമാർഗമായി കണ്ട് കൃഷിയിൽ ഏർപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ കൃഷിക്കാരൻ. അവൻ വ്യാവസായിക അടിസ്ഥാനത്തിലാകട്ടെ അല്ലാത്ത രൂപത്തിൽ കൃഷി ചെയ്യട്ടെ. രണ്ടാമത്തെ മാർഗം ജോലിയാണ്. ജോലിയാകുമ്പോൾ മറ്റൊരാളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിലാകാം, ഗവൺമെന്റ് സെക്ടറിലാകാം. ഗവൺമെന്റ് സെക്ടറിലാകുമ്പോൾ ജോലിക്ക് പലപ്പോഴും സുരക്ഷിതത്വം ഉണ്ടാകും, ജോലിയിൽ നിന്ന് വിരമിക്കലുണ്ടാകും. വിരമിച്ചു കഴിഞ്ഞാൽ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിച്ചേക്കാം. അത് ശമ്പളാടിസ്ഥാനത്തിലാണ് ആ ജോലി വരുന്നത്. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് പ്രൈവറ്റ് സെക്ടറുകളിലും മറ്റുമൊക്കെ. പ്രൈവറ്റ് സെക്ടറുകളിൽ നോക്കുമ്പോൾ മാസാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കമ്പനികളിലും മറ്റുമൊക്കെ. അത് അത്ര സുരക്ഷിതത്വവും അല്ല. ഇന്ന് സമ്പാദിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് ജോലി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഇന്ന് പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? വിദ്യാസമ്പന്നർ വർദ്ധിച്ചു വരികയാണ്. അതിനനുസരിച്ചുള്ള ജോലി സാധ്യതകൾ ലഭിക്കുന്നില്ല. പലരും ഇന്ന് ചെയ്യുന്നത് എന്താണ്? പഠിക്കും, പക്ഷേ അവരുടെ കരിയറിനനുസരിച്ച് വേറെ മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലൂടെ ജോലിയിൽ പലരും പ്രവേശിക്കുന്നില്ല, അതിന് അവസരങ്ങളും ലഭിക്കുന്നില്ല എന്നർത്ഥം. ചിലർ ആ മേഖലയിൽ നിന്ന് തന്നെ മാറിയതായും നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ മാർഗം കച്ചവടമാണ്. കച്ചവടം ഇന്ന് വ്യാപകമാവുകയാണ്. എല്ലാവരും പല നിലക്കുള്ള കച്ചവടങ്ങൾ വർദ്ധിക്കുകയാണ്. പക്ഷേ കച്ചവടത്തിലൂടെ മുൻകാലങ്ങളിൽ കച്ചവടങ്ങളിലൂടെ ലഭിച്ചിരുന്ന ലാഭങ്ങൾ ഇന്ന് ലഭിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. വലിയ നിക്ഷേപങ്ങൾ കച്ചവടത്തിൽ വേണ്ടി വരുന്നു. പലപ്പോഴും കച്ചവടം പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പലരും ഇന്ന് സമ്പത്തുണ്ടാക്കിയത് കച്ചവടത്തിലൂടെ എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ ആ മേഖലയിലേക്ക് കടന്നു വരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും കച്ചവടത്തിലൂടെ മുന്നേറിയ ചരിത്രം ലോകത്ത് കാണാൻ സാധിക്കുക. നാലാമത്തെ ഒരു കാര്യം, സമ്പാദിക്കാനുള്ള മാർഗം ഏതാണ്? നിക്ഷേപമാണ്. നിക്ഷേപം പല രൂപത്തിലായിരിക്കാം. ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുന്നവരുണ്ടാകും, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതല്ല എങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ച് അത് നിക്ഷേപമായി കണ്ട് അതിൽ നിന്ന് വാടക ലഭിക്കുന്നു. ഇങ്ങനെ അതല്ലെങ്കിൽ മറ്റൊരു രൂപ എന്താണ്? ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അതല്ല എങ്കിൽ മറ്റു പല ബിസിനസ്സുകളിലേക്ക് നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ നിക്ഷേപിക്കാറുണ്ട്. ഇതും സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്.
ഈ നിക്ഷേപങ്ങളാകുമ്പോൾ മറ്റു പല ആളുകളിലേക്ക് ബിസിനസ്സിനും മറ്റുമൊക്കെ നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൈകാര്യം ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിരവധി സംഭവങ്ങൾ നിക്ഷേപങ്ങൾ പൊട്ടിയതായി കാണാൻ പറ്റും. നിക്ഷേപങ്ങൾ പൊട്ടിയാൽ പലപ്പോഴും നിക്ഷേപകർക്ക് അത് ബാധിക്കുന്നില്ല. നിക്ഷേപകർ ആദ്യം ചെയ്യേണ്ടതാണ്, അവർ കമ്പനി രൂപീകരിക്കും. ആ കമ്പനിയിൽ നിന്നായിരിക്കും, കമ്പനിയുടെ പേരിലായിരിക്കും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ വ്യക്തികൾക്ക് ബാധിക്കുന്നില്ല എന്ന അർത്ഥം വ്യക്തികളുടെ സമ്പത്തിനെ അത് ബാധിക്കില്ല. ഈ ഏത് കമ്പനിയുടെ പേരിലാണോ നിക്ഷേപം സ്വീകരിച്ചത് ആ കമ്പനിക്കായിരിക്കും അത് ബാധിക്കുക എന്നർത്ഥം. ഇങ്ങനെ പല രൂപത്തിൽ സമ്പാദിക്കാൻ സാധിക്കും എന്നർത്ഥം. ഈ സമ്പാദിച്ച പണങ്ങൾ 4 രൂപ എന്ന് നമ്മൾ പറഞ്ഞു. ഈ 4 രൂപയുടെ സമ്പാദിച്ച പണങ്ങൾ ചിലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇന്ന് ലോകത്ത് മൊത്തമായി സാമ്പത്തിക ചിലവ് വർദ്ധിക്കുകയാണ്. അതിനനുസരിച്ചുള്ള വരുമാനം എവിടെയും ലഭിക്കുന്നില്ല എന്നതാണ്. എല്ലായിടത്തും ചിലവ് വർദ്ധിക്കുന്നു, എല്ലാ മേഖലകളിലും വർധനവാണ്. അതിനനുസരിച്ചുള്ള സമ്പത്ത് എവിടെയും ഉണ്ടാകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ആഡംബര ജീവിതത്തോടാണ് ഇപ്പോൾ ഭ്രമം. സമ്പാദ്യത്തെക്കാൾ ആളുകൾക്ക് വേണ്ടത് ആഡംബരങ്ങളാണ്, മഹിമകളാണ് വേണ്ടത്, പ്രശസ്തികളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പണങ്ങൾ പലർക്കും ആവശ്യമായി വരുന്നു. അപ്പോൾ അതുകൊണ്ട് നിക്ഷേപങ്ങൾ ഉണ്ടാകണം, നമ്മൾ പണങ്ങൾ സമ്പാദിക്കണം, ആവശ്യാനുസരണം ചിലവഴിക്കണം, ആഡംബരങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.